ഒന്നും നോക്കണ്ട മോനെ, പടം ചത്ത പച്ച, അത്രേ ഉള്ളൂ. പടം സീനാണ്. മൊത്തത്തിൽ വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പടം സീനാണ്. പടം തൂക്കി, മമ്മൂട്ടിയും പിള്ളേരും തൂക്കി. നല്ല പടം. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിയേറ്റർ ഭൂകമ്പമായിരുന്നു. ഗംഭീരം. ആ മജീദിന്റെ പടപ്പടായിട്ടുണ്ട്. നല്ല കിടിലൻ സ്കോറായിരുന്നു, അടിപൊളിയായിരുന്നു. അയ്യോ, അവസാനത്തെ 15 മിനിറ്റ് അദ്ദേഹത്തിന്റെ ഷോ ആണ്. എന്തൊരു മനുഷ്യനത്. പ്രായവതിനെ ഇങ്ങനെ നെട്ടിക്കുക. ഒരു രക്ഷയില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ സ്ലോ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് ഫുൾ ഒരു ഭയങ്കര സ്പീഡായിരുന്നു. ഒരു രക്ഷയില്ല. അങ്ങനെ അടിപൊളി സിനിമ. കാരണം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും പടത്തിൽ ബോറടിക്കുന്ന സാധനം ഒന്നുമില്ല. ഗുസ്തിയുടെ പശ്ചാത്തലമാണ്. പിന്നെ മമ്മൂക്ക അവസാനമാണ് വരുന്നത്. വരുമ്പോൾ തിയേറ്ററിൽ ആ ഒരു ഓളമുണ്ട്. പടം തൂക്കി ഉറപ്പാണ്. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർ എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനം എല്ലാം പടത്തിലുണ്ട്. കിടില സിനിമ. പൊളിച്ചടിക്ക് കിടിലം പടം. മെഗാസ്റ്റാർ അയിഞ്ഞാട്ടമാണ് ക്ലൈമാക്സ്. ചേട്ടാ ഫുൾ ഓൺ ഹൈപ്പടം എന്ന് വെച്ചാൽ കിടില ഹൈ. ലൈക്ക് നമുക്ക് എന്താ പറയുക, ഈ ആൻഡ്രിൽ റഷൊക്കെ കിട്ടുമെന്ന് പറയൂലേ, അമ്മാതിരി സംഭവം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഐറ്റമാണ് എടുത്ത് വെച്ചിരിക്കുന്ന. ഒന്നും പറയാൻ വാക്കുകളില്ല. അതായത് തിയേറ്റർ കുലുങ്ങി സത്യം പറഞ്ഞ കിടിലം പടം. കിടിലം പടം. അടിപൊളി, കൊള്ളാം. മൊത്തത്തിലെ ഫുള്ള് കൊള്ളാം. മമ്മൂട്ടി ഒരു 15 മിനിറ്റ് പക്ഷേ ലാഗായിട്ട് ചെയ്തിട്ടില്ല. അവർ കൊള്ളാം. ആശാന്റെ ഒരു പ്രായത്തിനെ ചെയ്തിട്ടുണ്ട്. വേറെ ബോറങ്ങനെയൊന്നും. ഇതേപോലെ ഒരു സിനിമയ്ക്ക് അവസാനം മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ ഉണ്ടോ, ചെറുക്കന്മാർ കത്തിച്ച്. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടൊരു വൈബ് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് കത്തു നിന്ന് മലയാള സിനിമ ഇങ്ങനെ ഒരു മാറ്റം, വലിയൊരു മാറ്റം മലയാള സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. തിയേറ്ററിൽ പോയി മമ്മൂക്ക വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ നിന്ന് കത്തുന്ന ഒരു സീനാണ്. നോക്കിയാട്ടാ മമ്മൂക്ക നോക്കി വാട്ടറും പിള്ളേർ പൊളിച്ചളത്. മൊത്തത്തില് സെറ്റ്. മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ പൊളിച്ച് അടുക്കി. അടിപൊളി. പഴയ സാധനമൊക്കെ കണ്ട് ശീലിച്ച എല്ലാത്തിനും പൊങ്ങും രോമൊക്കെ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഒരു റെസ്ലിംഗിൽ എന്താണ് ഒറിജിനലായിട്ട് നടക്കുന്നതെന്നുള്ളതിൽ ഒരു രൂപം നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. അവരുടെ ലൈവ് ആക്ഷൻ എങ്ങനെയാണ്, അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലാണ് ഓരോ അടി എന്നുള്ളതിൻ്റെയൊക്കെ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ക്വാളിറ്റി പടമാണ്. പടത്തിന്റെ സ്റ്റോറി വൈസ് അല്ലാതെ പടത്തിന്റെ മേക്കിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കിടിലം ക്വാളിറ്റിയിലാണ്. നല്ല രസമുണ്ട് പടം. ആവറേജ് ആണ്. പക്ഷെ മമ്മൂട്ടി വന്നു കഴിയുമ്പോൾ പടം മൊത്തത്തിൽ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഇത്രയും ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് ഒരുമാതിരി ഡമ്മിയെ പോലെ ആക്കി വന്നത്. കാരണം ഡയലോഗ് ഭയങ്കര ക്രിഞ്ചാണ് പുള്ളി വന്നതിന് ശേഷം. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം കൊള്ളാം, നൈസായിരുന്നു. കൊള്ളാം. മേക്കിങ്ങും ഫൈറ്റും ഒക്കെ നൈസായിരുന്നു. മമ്മൂട്ടി വന്നതിന് ശേഷം എനിക്കൊരു ഡൗൺ ആയിട്ടാണ് തോന്നിയത്. ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരുമാതിരിയിരുന്നു. അതെന്തോ നമുക്ക് തോന്നിയാണെന്ന് അറിയാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പടം 90s കിഡ്സിന് പടം വർക്കാവും. WWE റെസ്ലിംഗ് കണ്ട് വളർന്നത് അതൊക്കെ നമ്മൾ കൊച്ചു പ്രായത്തിൽ കണ്ടുകൊണ്ട് നമുക്കത് വർക്കാവും. ഇപ്പോഴുള്ളവർക്ക് ഇത് വർക്കാവുമെന്ന് ചോദിച്ചാൽ അത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. കാരണം വർക്കാവുന്നത്. പക്ഷെ പടം ആവറേജ് ആണ്. കാരണം പടം ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. പക്ഷെ ഫാമിലി ആയിട്ടൊന്നും കണ്ടിരിക്കാനൊന്നുമില്ല. ജസ്റ്റ് എന്തായാലും ഒരു ഫീൽ ഗുഡ് ഒന്നുമല്ല, ഒരു ആക്ഷൻ പടം അന്ന് കണ്ടിരിക്കാം. പക്ഷെ അതൊരു കോമഡി കലർന്ന് എടുത്തേക്കുന്നത്, അത്രയേ ഉള്ളൂ.